അങ്ങനെ സ്മൃതി ഇറാനിക്ക് കിട്ടേണ്ടത് കിട്ടിയിരിക്കുന്നു. സ്മൃതി ഇറാനി MP അല്ല, അതുകൊണ്ട് ഔദ്യോഗിക വസതി ഡൽഹിയിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ കാലത്തിൻ്റെ കാവ്യനീതി നമ്മുടെ സ്മൃതി ഇറാനി ചേച്ചിയെയും തേടി എത്തിയിരിക്കുകയാണ്. സ്മൃതി ഇറാനിയാണ്, മോദിയുടെ ആളാണ്, രാഹുലിനെ വലിച്ചു കീറുന്നയാളാണ് എന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ജനാധിപത്യ വ്യവസ്ഥിതിയിൽ ജനങ്ങൾ ആട്ടി പുറത്താക്കിയാൽ അത് പുറത്താക്കിയത് തന്നെയാണ്. കഴിഞ്ഞ 10 വർഷമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അടുത്തയാളായി ഡൽഹിയിലെ തുഗ്ലക് റോഡിലെ 28-ാം നമ്പർ വസതിയിൽ സുഖിച്ച് വാഴുകയായിരുന്നു ചേച്ചി. പക്ഷേ രാഹുൽ ഗാന്ധിയെ വെറുതെ കയറി ചൊറിഞ്ഞ് അവസാനം 8ൻ്റെ പണി തിരിച്ചു മേടിച്ച് എങ്ങുമെത്താതെ വട്ടപൂജ്യമായി നാണം കെട്ട് ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് പടിയിറങ്ങുകയാണ് ചേച്ചി. രാഹുൽ ഗാന്ധി വിശാല മനസ്കതയോടുകൂടി എല്ലാവരും തോൽക്കും, അതുകൊണ്ട് സ്മൃതി ഇറാനി ചേച്ചിയെ ഒന്നും പറയരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയ പക്വത കാണിച്ചുകൊണ്ട് പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷേ രാജ്യത്തെ ജനങ്ങൾ രാഹുൽ ഗാന്ധിയെ ഇക്കാര്യത്തിൽ അംഗീകരിക്കും, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി ഇക്കാര്യത്തിൽ അനുസരിക്കുമെന്ന് തോന്നുന്നില്ല. കാരണം രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് സ്മൃതി ഇറാനി പാർലമെൻറ്റിൽ വിളിച്ചു കൂവിയ കൂവലുകളൊക്കെ ഒരു തമാശയായിട്ടായിരിക്കും തോന്നിയതെങ്കിൽ ഈ രാജ്യത്തെ ജനാധിപത്യ ബോധമുള്ള ജനങ്ങൾ സ്മൃതി ഇറാനിയുടെ കാട്ടിക്കൂട്ടലുകളെ നല്ല അരിശത്തോടു കൂടി തന്നെയാണ് കണ്ടത്. അതിനെ ഒരു കോമഡിയാക്കി അങ്ങനെ വിട്ടുകളയാൻ ജനങ്ങൾ തീരുമാനിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധി ഫ്ലൈയിങ് കിസ് കൊടുത്തു ഈ ചേച്ചിക്ക് എന്ന് പറഞ്ഞപ്പോൾ ജനങ്ങൾ പൊട്ടിച്ചിരിച്ച് സ്മൃതി ഇറാനിയെ ഏറി കയറ്റിയത്. എന്തായാലും ചേച്ചിക്കും അനിവാര്യമായ തിരിച്ചടി ഉണ്ടായിരിക്കുകയാണ്. ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്നറിയോ? ഇപ്പോൾ രാഹുൽ ഗാന്ധി പറയുകയാണ് സ്മൃതി ഇറാനിയെ കളിയാക്കരുത്. പക്വമായ നിലപാടാണ്, നല്ല നിലപാടാണ്. ഇത് കാണുമ്പോൾ സ്മൃതി ചേച്ചിയുടെ ഉള്ളിൽ വല്ലാത്ത വിങ്ങലുണ്ടാകും. അവർക്കൊരു മനുഷ്യത്വം ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ അവരുടെ ഹൃദയം നുറുങ്ങും, അവർ പൊട്ടിക്കരയും. കാരണം ഇത്രയും പാവമായ രാഹുൽ ഗാന്ധിയെയാണല്ലോ താൻ മോദിയുടെ വാക്കും കേട്ട് പാർലമെൻറ്റിലിട്ട് വലിച്ചു കീറാൻ ശ്രമിച്ചത് എന്നൊക്കെ അവർക്ക് തോന്നും. അങ്ങനെ തോന്നണം, അങ്ങനെ വേദനിപ്പിക്കാനായിരിക്കണം രാഹുൽ ഗാന്ധി ഒരുപക്ഷെ ഇത്രയും വിശാല മനസ്കതയോടെ പോസ്റ്റ് ഇട്ടത്. പക്ഷേ വ്യക്തിപരമായി ഞാൻ അങ്ങനെ ഒരു വിശാല മനസ്കത വേണ്ട എന്ന് വിചാരിക്കുന്ന ആളാണ്. കാരണം രാഹുൽ ഗാന്ധി അത്ര വലിയ വിശാല മനസ്കതയൊന്നും ഇക്കൂട്ടരോട് കാണിക്കേണ്ട കാര്യമില്ല. നേരും നിറയൊക്കെ കുറച്ച് കുറവുള്ള കൂട്ടത്തിലുള്ള ആളുകളാണ്. അങ്ങനെയുള്ള ആളുകളോട് അതേ നാണയത്തിൽ തന്നെ മുട്ടി നിൽക്കുക എന്നുള്ളതേ ചെയ്യാൻ കഴിയൂ. ഒരുപക്ഷെ കോൺഗ്രസും രാഹുൽ ഗാന്ധിയും ഒക്കെ അഹിംസ ഇത്ര കണ്ട് ഉയർത്തിപ്പിടിച്ച് ഇത്ര വലിയ വിശാല മനസ്കത ചെയ്തതുകൊണ്ടാണ് കോൺഗ്രസിന് ഈ ഗതി വന്നത്, മോദി തുടർച്ചയായി വിജയിച്ചിങ്ങനെ കയറുന്നത്. പക്ഷേ ഇക്കുറി രാഹുൽ കുറച്ചുകൂടി അക്രമോത്സുകത കാണിച്ചു, അതുകൊണ്ട് കുറേയേറെ മോദിയുടെ സ്വപ്നങ്ങളെ തകർക്കാൻ പറ്റി. ഇനിയും ആ ഒരു സ്പിരിറ്റിൽ രാഹുൽ ഗാന്ധി നിൽക്കണമെന്നാണ് ഞാൻ പറയുള്ളൂ. കാരണം സ്മൃതി ഇറാനി രാഹുൽ ഗാന്ധി അയോഗ്യനാക്കിയ സമയത്ത്, രാഹുൽ ഗാന്ധിക്കെതിരെ കേസ് വന്ന സമയത്ത് എന്തൊക്കെയായിരുന്നു? ഒരു പത്രവാർത്ത ക്ലിപ്പിംഗ് ഞാൻ കാണിച്ചു തരാം. രാഹുൽ ഗാന്ധിക്ക് ആ വീട്ടിൽ താമസിക്കാൻ യോഗ്യതയില്ല എന്നാണ് സ്മൃതി ഇറാനി അടിച്ച് വിട്ടിരിക്കുന്നത്. അതായത് സ്വാഭാവികമായും അയോഗ്യനാക്കി കഴിഞ്ഞാൽ ഈ പറയുന്ന ഔദ്യോഗിക വസതി ഒഴിയണം, അതൊരു നിയമമാണ്. പക്ഷേ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചതൊരു കോടതി വിധിയാണ്, അതിന്മേൽ മേലപ്പീൽ പോകാനുള്ള സാഹചര്യമുണ്ട്. രാഹുൽ ഗാന്ധിക്ക് തൻ്റെ നിരപരാധിത്വം തെളിയിക്കാനുള്ള അവസരമുണ്ട്, അല്ലെങ്കിൽ ആ കോടതി നടപടികളിൽ നിന്ന് താൽക്കാലികമായെങ്കിലും മേൽക്കോടതിയിൽ പോയി രക്ഷപ്പെട്ടു വരാനുള്ള സാഹചര്യമുണ്ട്. അതൊക്കെ ഒരു ജനാധിപത്യ മര്യാദയാണെന്നേ, അതിൽ അംഗീകരിക്കുക എന്നുള്ളത്. അപ്പോൾ രാഹുലിനൊരു അടി കിട്ടിയെന്ന് അറിഞ്ഞപ്പോഴേക്കും വീണ് കിടന്നവൻ്റെ മേലെ കയറി ക്യാബറ ഡാൻസ് കളിക്കുന്നത് പോലെയാണ് ഈ ചേച്ചി കിടന്ന് കാണിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. അപ്പം അങ്ങനെ ചെയ്ത് ആനന്ദ തുന്തിലയായി രാഹുലിൻ്റെ വീഴ്ച, അതും ഒരുപാട് ദുരൂഹതകളുള്ള ആ വീഴ്ച, അത് പണി കൊടുത്തതാണ് BJP എന്ന ആരോപണം ഉയർന്നു നിൽക്കെ സ്മൃതി ഇറാനിയും ടീമും അങ്ങോട്ട് നൃത്തം ചവിട്ടി. രാഹുൽ ഇറങ്ങിപ്പോണം, രാഹുൽ വഴിയാധാരമായി ഇനി മേലാൽ പാർലമെൻറ്റിലേക്ക് വരില്ല. പിന്നെ രാഹുൽ ഗാന്ധിയുടെ പിതാവിൻ്റെ പേരും ആ വംശത്തിൻ്റെ പാരമ്പര്യവും ഒന്നും അറിയാത്ത ഈ ടീം കിടന്ന് പറയുമ്പോൾ രാഹുൽ ഗാന്ധി പേടിച്ചോടുകയാണല്ലോ. ആ പോയ പോക്കിന് രാഹുൽ ഗാന്ധി തിരിച്ചു വന്നു. ഒരുപക്ഷെ രാഹുൽ ഗാന്ധി നിങ്ങളൊക്കെ കൂടി ആ വീട്ടിൽ നിന്ന് ഇറക്കിവിട്ട് അയോഗ്യനാക്കിയതിന് ശേഷം കാട്ടിക്കൂട്ടിയ ആ കാട്ടിക്കൂട്ടലിന്മേലാണ് നമ്മൾ ഇന്നീ കാണുന്ന രാഹുൽ ഗാന്ധി ഉണ്ടായത് എന്നും എനിക്ക് സംശയമുണ്ട്. കാരണം വെറുതെ ഇരിക്കുന്നൊരു മനുഷ്യനെ ചൊറിഞ്ഞ് കളിയാക്കി ദുരാരോപണം ഉന്നയിച്ച്, അതും സ്മൃതി ഇറാനിയെ പോലെയുള്ള ഒരു ചേച്ചിക്കൊക്കെ ഫ്ലൈയിങ് കിസ് കൊടുക്കുക പാർലമെൻറ്റിൽ എന്നൊക്കെ പറഞ്ഞാൽ എന്ത് ദുരന്തമാണ്, ദാരുണമാണ്. അങ്ങനെ രാഹുൽ ഗാന്ധി അങ്ങനെയൊക്കെ ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ ആത്മാഭിമാനം എത്രത്തോളം വ്രണപ്പെട്ടിട്ടുണ്ടാകും. അത് രാഹുൽ ഗാന്ധി എന്നല്ല, വഴിയെ പോകുന്ന ഒരുത്തരാണെങ്കിലും അവൻ്റെ ആത്മാഭിമാനം വ്രണപ്പെടും. ഈ സ്മൃതി ഇറാനി ചേച്ചിയെ പോലുള്ളവർക്കൊക്കെ ഫ്ലൈയിങ് കിസ് കൊടുത്തെന്ന് പറഞ്ഞാൽ. കാരണം അവരങ്ങനെ ഒരു പദവിയിലിരിക്കുന്ന ആളാണ്, പാർലമെൻറ്റേറിയനാണ്. അങ്ങനെയൊക്കെയുള്ള ഒരാളെ അങ്ങനെ പോകുന്ന ആളുകൾക്ക് മുഴുവൻ ഇങ്ങനെ ഫ്ലൈയിങ് കിസ് കൊടുത്ത് അങ്ങനെയൊന്നും പോകാൻ കഴിയില്ലെന്നേ. അതൊക്കെ ഒരു ബ്ലണ്ടറാണ്, നുണയാണ് എന്ന് സാധാരണ മനുഷ്യർക്ക് പോലും തിരിച്ചറിയാം. കാരണം അദ്ദേഹം ഒരു ജനപ്രതിനിധിയാണ് സ്മൃതി ഇറാനി അന്ന് ആ പരാതി പറയുന്ന സമയത്ത്.
അപ്പോൾ അങ്ങനെ നട്ടാൽ കിളുക്കാത്ത നുണകളും അല്ലെങ്കിൽ ഒരു ലോജിക്കുമില്ലാത്ത പദപ്രയോഗങ്ങളും ദുർവാശികളും ധാർഷ്ട്യവും ധിക്കാരവും അഹങ്കാരവും ഒക്കെ കൂടി ചേർന്നൊരു അവതാരമായിരുന്നു ഈ സ്മൃതി ഇറാനി എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. വ്യക്തിപരമാണ്, നിങ്ങൾക്കും തോന്നിയിട്ടുണ്ടാകാം, അത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എന്തായാലും അങ്ങനെയൊക്കെ രാഹുൽ ഗാന്ധിയെ അങ്ങോട്ട് വട്ടം ചുറ്റി നിന്ന് ആക്രമിച്ച അതേ ചേച്ചി ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ കൈയാൽ തന്നെ വട്ടപൂജ്യമായി പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഒന്ന് ആലോചിച്ച് നോക്കുക. രാഹുൽ ഗാന്ധിയോട് ബാ മക്കളെ അമേഠിയിലേക്ക് വാ മത്സരിക്കുക എന്ന് പറഞ്ഞിട്ട് രാഹുൽ ഗാന്ധി പറഞ്ഞു ഞാൻ തൊട്ടപ്പുറത്ത് മത്സരിച്ചോളാം, ചേച്ചിക്കുള്ള എതിരാളിനെ ഞാൻ തരാമെന്ന് പറഞ്ഞ് സോണിയാഗാന്ധിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന ഒരാളെ കൊണ്ടുവച്ചു. ആ മനുഷ്യൻ സ്മൃതി ഇറാനിയെ വലിച്ചു കീറി ഒട്ടിച്ച് 8 നിലയിൽ പൊട്ടിച്ച് വീട്ടിലേക്ക് പാക്കപ്പ് ചെയ്തു. അതാണിപ്പോൾ കണ്ടത്. അതായത് ആവശ്യമില്ലാത്തടത്ത്, അതായത് എതിരാളി ആരാണെന്ന് അറിയാതെ എന്തൊക്കെയോ ചില താൽക്കാലിക ശക്തികൾ കൂടെ ഉണ്ട് എന്ന ബലത്തിൽ കിടന്ന് നുളച്ചാൽ ഏത് ചാണകപ്പുഴുവാണെങ്കിലും അതിൻ്റെ അവസാനം വല്ലാത്ത മോശമായിരിക്കും എന്നൊരു ചൊല്ലുണ്ട്. ഏതാണ്ട് സാന്ദർഭികമായി അതൊക്കെ ഞാൻ ഓർത്തു പോവുകയാണ്. ഇപ്പോൾ പാണ്ടിലോറിക്ക് മുന്നിൽ തവള മസിൽ പിടിച്ച് നിൽക്കുന്നു എന്നൊക്കെ മലയാളത്തിൽ പറയാം. അതുപോലെയൊക്കെ ചില തോന്നലുകൾ എനിക്ക് ഈ സ്മൃതി ഇറാനിയുടെ ചില പ്രയോഗങ്ങളും ചില ഇടപെടലും ഒക്കെ കാണുമ്പോൾ തോന്നിയിട്ടുണ്ട്. കാരണം ഒരു ക്വാളിറ്റിയും ഉള്ളൊരു നേതാവായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. സ്ത്രീത്വത്തെ അപമാനിക്കലോ അല്ലെങ്കിൽ ആ വ്യക്തിയെ അവഹേളിക്കലോ ഒന്നുമല്ല, എൻ്റെ ഒരു വിലയിരുത്തലാണ്. ഒരു പൊളിറ്റീഷ്യനെ വിലയിരുത്താനുള്ള അവകാശം ഒരു മാധ്യമപ്രവർത്തകനുണ്ട്, ഒരു വ്യക്തിക്കുണ്ട്. അങ്ങനെ ഒരു വലിയ ക്വാളിറ്റിയുള്ള ഒരു ലീഡറായിട്ടൊന്നും സ്മൃതി ഇറാനിയെ എനിക്ക് തോന്നിയിട്ടില്ല. BJPയിൽ ഏറ്റവും കൂടുതൽ ക്വാളിറ്റി ഉള്ള ഒരു നേതാവ് ഉണ്ടായിരുന്നു. അത് രാജ്യത്തെ തന്നെ ഏറ്റവും നല്ലൊരു വനിതാ നേതാവായിരുന്നു സുഷമ സ്വരാജ്. അവരെ ഞാൻ ബഹുമാനിച്ചിട്ടുണ്ട്, ഒരുപാട് സ്നേഹിക്കുന്ന ഒരാളാണ്. ഇപ്പോഴും സുഷമ സ്വരാജിയെക്കുറിച്ച് എനിക്ക് നല്ല ഓർമ്മകളുണ്ട്. ഞാൻ വളരെയധികം ബഹുമാനം കൊടുക്കുന്ന ഒരു BJP വനിതാ നേതാവാണ് അവർ. പക്ഷേ അതുപോലെയൊക്കെയാണ് താനെന്ന മട്ടിലൊക്കെ സ്മൃതി ഇറാനി വന്ന് അതും ഇതും വിളിച്ചു പറഞ്ഞാൽ ആരും അംഗീകരിക്കാൻ പോകുന്നില്ല. അപ്പോൾ പാർലമെൻറ്റിലൊക്കെ എന്ത് ഷോ ഓഫ് ആയിരുന്നു. അത്രയും ഷോ ഓഫൊക്കെ കാണിച്ച ഈ പറയുന്ന സ്മൃതി ഇറാനി ഇപ്പോൾ എവിടെയാണ്? വട്ടപൂജ്യമാണ്. കഴിഞ്ഞ നാളുകളിൽ സ്മൃതി ഇറാനിക്ക് വലിയ പിന്തുണ കൊടുത്ത് ചുറ്റും നിന്ന നരേന്ദ്രമോദിയും അമിത്ഷായും BJPയുടെ പ്രഗത്ഭരായ നേതാക്കളും ഒന്നും സ്മൃതി ഇറാനി വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് മക്കളെ നിങ്ങൾക്ക് വലിയ പദവി തരാം, നിങ്ങൾ ഭരണസിരാ കേന്ദ്രത്തിൽ തന്നെ നിൽക്കൂ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ BJPയുടെ ഒരു ഫൈറ്റ് മോഡിൽ തന്നെ അതിനൊരു മുഖമായി നിൽക്കൂ എന്നൊന്നും പറഞ്ഞിട്ടില്ല. ഒരവസരവും ആരും വാഗ്ദാനം ചെയ്തിട്ടില്ല ഇതുവരെ എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ മോദിയുടെയും അമിത്ഷായുടെയും ഒക്കെ നിഴൽ കണ്ട് അല്ലെങ്കിൽ അവർ പറയുന്നതൊക്കെ കേട്ട് രാഹുൽ ഗാന്ധിയെപ്പോലൊരു വലിയ മനുഷ്യനെ, നല്ലൊരു മനുഷ്യനെ അവഹേളിക്കാനും അപമാനിക്കാനും ക്രൂരമായി പരിഹസിക്കാനും വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകൂ എന്ന മട്ടിലൊക്കെ മാധ്യമങ്ങളോട് ആക്രോശിക്കാനും ഒക്കെ തുനിഞ്ഞ സ്മൃതി ഇറാനിക്ക് കാലം കാത്തുവെച്ച കാവ്യനീതി തന്നെയാണിത്. അതിപ്പോൾ രാഹുൽ ഗാന്ധി പറയുന്നത് പോലെ അവരെ വിമർശിക്കരുത്, കളിയാക്കരുത്, തോൽവിയൊക്കെ എല്ലാവർക്കും ഉണ്ട് എന്ന് രാഹുൽ ഗാന്ധി പറയുന്നത് രാഹുൽ ഗാന്ധിയുടെ മാനസികാവസ്ഥ, അദ്ദേഹത്തിൻ്റെ മഹാമനസ്കത. പക്ഷെ അത്രയൊന്നും സ്മൃതി ഇറാനിയുടെ കാര്യത്തിൽ മഹാമനസ്കതയോ വിശാല മനസ്കതയോ വേണ്ട എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. കാരണം കൊടുത്താൽ കൊല്ലത്തും കിട്ടും, വിതച്ചതേ കൊയ്യൂ എന്നൊക്കെ പറയില്ലേ, അവരുടെ കയ്യിലിരിപ്പിൻ്റെയാണെന്നേ അവർ മേടിച്ചത്. അവർ നല്ലൊരു MP ആയിരുന്നുവെങ്കിൽ, നല്ലൊരു കേന്ദ്രമന്ത്രിയോ മറ്റോ ആയിരുന്നുവെങ്കിൽ അവർക്ക് ജനങ്ങൾ വോട്ട് ചെയ്തേനെ. എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി റായ്ബറേലിയിലും അതുപോലെ വയനാട്ടിലും 3 ലക്ഷത്തിൽ പരം വോട്ടിൻ്റെ മൃഗീയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചത്? അദ്ദേഹത്തിന് ജനങ്ങൾ കൊടുക്കുന്ന വിശ്വാസമാണ്. ആ വിശ്വാസത്തെയാണ് അവഹേളിക്കാൻ സ്മൃതി ഇറാനിയും സംഘവും പാർലമെൻറ്റിൽ നിരന്തരമായി ശ്രമിച്ചുകൊണ്ടിരുന്നത്. രാഹുൽ ഗാന്ധിക്ക് ഇത്രയും ഭൂരിപക്ഷം കൊടുത്ത ജനങ്ങൾക്ക് രാഹുൽ ഗാന്ധിയെ അവഹേളിച്ച ഒരു സ്ത്രീയുടെ പതനം കാണുമ്പോൾ കൈയടിക്കാനുള്ള അധികാരമുണ്ട്, അവകാശമുണ്ട്. അതവർ ചെയ്യും. അല്ലാതെ അങ്ങനെ ചെയ്യരുതേ എന്ന് രാഹുൽ ഗാന്ധി പറയുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. പക്ഷേ സ്മൃതി ഇറാനിക്ക് വേണമെങ്കിൽ ഒന്ന് പൊട്ടിക്കരയാം. ആ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ഒന്ന് തിരിഞ്ഞു നോക്കി ഈ കണ്ട തോൽവി മുഴുവൻ ഞാൻ വിളിച്ചു വരുത്തിയതാണല്ലോ, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയെ ചൊറിഞ്ഞ് ഞാൻ പണി മേടിച്ചതാണല്ലോ, കാലത്തിൻ്റെ കാവ്യനീതിയായി എൻ്റെ കയ്യിലിരിപ്പിന് തിരിച്ചു കിട്ടിയതാണല്ലോ എന്നൊക്കെ സ്മൃതി ഇറാനി ചേച്ചിക്ക് വേണമെങ്കിൽ ഒന്ന് ചിന്തിക്കാവുന്നതാണ്. എന്തായാലും വ്യക്തിപരമായി ആരെയും അവഹേളിക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഏതെങ്കിലും തരത്തിൽ അങ്ങനെ ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ നിർവ്യാജം ഖേദം പ്രകടിപ്പിക്കുന്നു. പക്ഷേ ഇത് പറയാതിരിക്കാനാകില്ല. കാരണം സ്മൃതി ഇറാനിയെ പോലൊരു നേതാവ് രാഹുൽ ഗാന്ധിയെ കടന്നാക്രമിച്ചത് വെച്ച് നോക്കുമ്പോൾ ഈ സമയത്ത് അവർക്കെതിരെ വരുന്ന ട്രോളുകൾ അല്ലെങ്കിൽ വിമർശനങ്ങൾ അല്ലെങ്കിൽ നിങ്ങളിത് ചോദിച്ച് വാങ്ങിയതാണ് എന്ന വാദങ്ങൾ, അല്ലാതെ അവരെ മോശമായ രീതിയിൽ അവഹേളിക്കുകയോ ചീത്ത വിളിക്കുന്നതൊന്നും പിന്തുണയ്ക്കുന്നൊന്നുമില്ല. പക്ഷേ നിങ്ങൾക്ക് ഇത് വേണം ചേച്ചി എന്ന് ആരെങ്കിലുമൊക്കെ പറഞ്ഞാൽ അതിനെ തെറ്റു പറയാൻ കഴിയില്ല എന്നാണ് എൻ്റെ ഒരു എളിയ അഭിപ്രായം.